കൊട്ടേഷൻ റേപ്പ് എന്നുള്ളത് മലയാള സിനിമയിൽ സംഭവിച്ചത് എന്തിനു വേണ്ടിയാണ്? അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ആത്യന്തികമായ ലക്ഷ്യം എന്തായിരുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യത്തിലേക്ക് എത്താം. അതിനു മുൻപ് പൾസർ സുനി ഒരു കത്തയച്ചിരുന്നു ദിലീപിന്. അതെന്തായിരുന്നു? പൾസർ സുനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്കൊന്ന് കേട്ടുവരാം. ഈ ഒരു വിശ്വാസ്യത കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിമിഷം ഇപ്പൊ റോഷിന്റെ അടുത്ത് ഇരിക്കണ ഈ നിമിഷം വരെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാര്യങ്ങളൊന്നും പറയാം. അത് അങ്ങനെയാണ്. അത് എന്റെ ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങളുടെ കണക്കിൽ പുള്ളി ചതിച്ചു. ആ ഒരു ഇത് ഞാൻ കീപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുള്ളീനെ ഇപ്പൊ അത് അറിയാവുന്ന ഈ എൻ്റെ ഇത് സിനിമയാണല്ലോ, അത് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് സിനിമ എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതും കൂടി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയും കുറെ ആൾക്കാർക്ക് ഉത്തരം പറയേണ്ടി വരും. അത്ര മനസ്സിലായില്ലേ? ഞാൻ ഇനിയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഉള്ള ആൾക്കാരിൽ ചില ആൾക്കാർ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം അവർക്കും പ്രശ്നമാവും. ദിലീപിനെ കത്തയക്കാൻ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി പൾസർ സുനി പറയുന്നു. തന്നെ ജയിലിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടന്നുവെന്നും തന്നെ അടിച്ചൊരു പരിവമാക്കിയെന്നും ഇതുമായി ബന്ധപ്പെട്ടതിന് പിന്നിൽ ആരാണെന്ന് താൻ തിരിച്ചറിഞ്ഞുവെന്നും അതിനെ തുടർന്നാണ് കത്തയക്കാൻ നിർബന്ധിതനായെന്നും പക്ഷേ കത്ത് മാധ്യമങ്ങൾക്ക് നൽകാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ല എന്നും കത്ത് ദിലീപിലെത്തിക്കുകയായിരുന്നു തന്റെ ഉത്തരവാദിത്വമെന്നും പിന്നീട് ആ കത്ത് എഴുതിയതിനു ശേഷം തനിക്ക് നേരെ ആക്രമണമൊന്നും ഉണ്ടായില്ല എന്നും പൾസർ സുനി പറയുന്നുണ്ട്. ഇപ്പോൾ റോഷി പാൽ ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. റോഷി, ഈ കത്തയച്ചത് എന്തിനാണ് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. ഈ സംഭവ കഥയിലെ ഏറ്റവും നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ ദിലീപിന്റെ ബന്ധം എന്താണ് ഈ കേസിൽ എന്നുള്ളത് പുറം ലോകം അറിഞ്ഞത് ഈ പൾസർ സുനി ദിലീപിന് എഴുതിയ കത്ത് അമ്മ മാധ്യമങ്ങൾക്ക് നൽകുന്നതിലൂടെയാണ്. യഥാർത്ഥത്തിൽ ആ കത്ത് മാധ്യമങ്ങൾക്ക് നൽകാനല്ല എഴുതിയിരുന്നതെന്നും ദിലീപിന് നൽകാൻ വേണ്ടി എഴുതിയതാണെന്നും അത് പിന്നീട് മാധ്യമങ്ങൾ അറിഞ്ഞതാണ് യഥാർത്ഥത്തിൽ തലവേദനയായതെന്നും പൾസർ സുനി പറയുന്നുണ്ട്. ഈ കത്തെഴുതുന്ന സാഹചര്യം എങ്ങനെയാണെന്നാണ് പൾസർ സുനി വിശദീകരിക്കുന്നത്. റോഷി, ഡോക്ടർ അരുൺകുമാർ കൃത്യമായി ആ കാര്യം പൾസർ സുനി പറയുന്നുണ്ട്. കാരണം ജയിലിനകത്ത് എത്തിയത് മുതൽ തന്നെ അപായപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നു. അത് ഒളിവിൽ കഴിയുമ്പോഴും പലരും തന്നെ പിന്തുടരുന്നതായി താൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പിന്നീട് ജയിലിനകത്ത് ബോധപൂർവം സംഘർഷമുണ്ടാക്കി തന്നെ അപായപ്പെടുത്തുമോ എന്ന ഒരു സൂചന, അത് സംബന്ധിച്ച് കൃത്യമായി അത് ബോധ്യമായതിനു ശേഷമാണ് ഇത് ഏത് വഴിയാണ് തന്നെ അപായപ്പെടുത്താനുള്ള കൊട്ടേഷൻ ജയിലിനകത്ത് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ദിലീപിന് കത്തെഴുതിയത് എന്ന് പറയുന്നു. ആ കത്തെഴുതിയതിനു ശേഷം പിന്നീട് ജയിലിൽ താൻ സുരക്ഷിതനായി. പിന്നീട് ആ തരത്തിൽ ഒരാക്രമണം തനിക്കുണ്ടായില്ല. തൃശ്ശൂരിൽ വിയ്യൂരിലെ ജയിലിൽ അതിക്രൂരമായി തന്നെ തല്ലിച്ചതച്ചു എന്നാണ് പൾസർ സുനി പറയുന്നത്. അത് കൃത്യമായി ആ കാര്യം പൾസർ സുനി പ്രതിപാദിക്കുന്നുണ്ട്. മാത്രവുമല്ല 2018 എഴുതിയ പൾസർ സുനിയുടെ രണ്ടാമത്തെ കത്ത്, അത് ആദ്യ കത്ത് പൾസർ സുനിയുടെ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നില്ല, കയ്യെഴുത്ത് മറ്റൊരു ആളുടേതായിരുന്നു ജയിലിനകത്തുനിന്ന് എഴുതിയത്. രണ്ടാമത് എഴുതി അമ്മയ്ക്ക് കൈമാറിയ കത്ത് അത് തൻ്റെ കയ്യക്ഷരമാണെന്ന് ഒളി ക്യാമറയ്ക്ക് മുന്നിൽ സമ്മതിക്കുന്നു. ആ കത്തിൻ്റെ പകർപ്പ് ഞാൻ കാണിച്ചപ്പോൾ അത് പരിശോധിച്ച് ഇത് തൻ്റേതാണെന്ന് പൾസർ സുനി പറയുന്നുണ്ട്. അങ്ങനെ ഏത് സാഹചര്യത്തിലാണ് തന്നെ ആരാണ് ജയിലിനകത്ത് അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കി. അത് ഏത് റൂട്ടാണെന്ന് തനിക്ക് മനസ്സിലായി. ആ റൂട്ട് മനസ്സിലായപ്പോഴാണ് ദിലീപിന് കത്തെഴുതിയത്. അതൊരു വാണിംഗ് ആയിരുന്നു എന്നാണ് പൾസർ സുനി പറയുന്നത്. അങ്ങനെ ഒരു കത്തയച്ചത് കൃത്യമായ ഒരു വാണിംഗ് ആയിരുന്നു. അത് ദിലീപിനുള്ള വാണിംഗ് ആയിരുന്നു. ഏതെങ്കിലും തരത്തിൽ തനിക്ക് അപകടം സംഭവിച്ചാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചുള്ള സൂചന കൂടിയായിരുന്നു കത്തിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ കത്ത് അമ്മ അതറിയാതെ പുറത്തേക്ക് വിട്ടു എന്നാണ് പൾസർ സുനി പറയുന്നത്. ഒരിക്കലും അത് പുറത്തുവിടാനായിരുന്നില്ല, അത് പരസ്യപ്പെടുത്താനായിരുന്നില്ല. ദിലീപിനുള്ള കൃത്യമായ ഒരു വാണിംഗ് അതാണ് ഉദ്ദേശിച്ചത്. ആ ദിലീപ് വഴിയാണ് അങ്ങനെ തന്നെ ജയിലിനകത്ത് അപായപ്പെടുത്താനുള്ള നീക്കം നടന്നതെന്ന് മനസ്സിലാക്കിയെന്ന സൂചനയാണ് പൾസർ സുനിയുടെ വാക്കുകളിലൂടെയുള്ളത്. അത് ഈ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അന്ന് പൾസർ സുനി ജയിലിനകത്ത് കഴിയുന്നതിന് മുമ്പ് മൊഴി കോടതിയിൽ നൽകിയിരുന്നില്ല. അതുകൊണ്ട് അന്ന് അപായപ്പെടുത്തിയാൽ
അതിൻ്റെ പ്രതിഫലം അതുകൊണ്ട് നേട്ടമുണ്ടാവുക അത് കൃത്യമായി ഗൂഢാലോചനയ്ക്ക് നേതൃത്വം വഹിച്ച ആൾക്കാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അപായപ്പെടുത്താനുള്ള കൊട്ടേഷൻ ജയിലിനകത്തേക്ക് പോയി എന്ന് പൾസർ സുനി സംശയിക്കുന്നുണ്ട്. അതിൻ്റെ പൾസർ സുനി ജയിലിനകത്ത് ഏതെങ്കിലും തരത്തിൽ അപായപ്പെട്ടാൽ ആ സമയത്ത് കോവിഡ് സമയം കൂടെ ആണ്, ആ സമയത്ത് ചോദിക്കാൻ പോലും ആളുണ്ടാകില്ല എന്ന ഒരാശങ്ക കൂടെ ഉണ്ടായിരുന്നു. അതായത് റോഷി, ഈ തിരക്കഥ, കൊട്ടേഷൻ സംഘത്തിന്റെ തിരക്കഥ പാളുന്നത് ഈ കത്ത് പുറത്തു വരുന്ന സാഹചര്യത്തിലാണ്. എന്നാൽ ഈ കത്തുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഭാഗം അഥവാ ഈ 8ാമത്തെ പ്രതി അടക്കമുള്ളവർ പറയുന്നത് ആ കത്ത് വ്യാജമെന്നാണ്. എന്നാൽ ആ കത്ത് താൻ എഴുതിയതാണ് എന്ന് പൾസർ സുനി പറയുന്നു. എന്ന് മാത്രവുമല്ല, അത് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് താൻ ഉദ്ദേശിച്ചിരുന്നതല്ല, അത് ദിലീപിന് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. തന്നെ വധിക്കാനായിട്ട് ആരാണോ ശ്രമിക്കുന്നത് അവരുടെ പേര് താൻ പുറത്തു പറയേണ്ടി വരുന്ന സാഹചര്യത്തിലൊരു ഭീഷണി കത്ത് നിലയിൽ ദിലീപിന് അയക്കാൻ ശ്രമിച്ചതാണ്. ആ കത്ത് പക്ഷേ ഫലം കണ്ടു എന്നാണ് പൾസർ സുനി പറയുന്നത്, അല്ലേ? ഡോക്ടർ അരുൺകുമാർ കൃത്യമായും അങ്ങനെ പൾസർ സുനി സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം കത്തയച്ചതിന് ശേഷം താൻ ജയിലിൽ സുരക്ഷിതരായി. അങ്ങനെ തനിക്ക് ഈ റൂട്ട്, തന്നെ അപായപ്പെടുത്താനുള്ള റൂട്ട് ഏതു വഴിയാണ്, ആരാണ് കൊട്ടേഷൻ നൽകിയതെന്ന് ബോധ്യമായതുകൊണ്ടാണ് താൻ കത്തെഴുതിയത്. കത്തെഴുതിയതോടെ ആ ഒരു ആക്രമണം, ജയിലിനകത്തുള്ള ആക്രമണം പൂർണ്ണമായി അവസാനിച്ചു. അപ്പോൾ തനിക്ക് മനസ്സിലായി അതിന് പിന്നിലാരാണെന്ന് പൾസർ സുനി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യം, അതിനകത്ത് ഒരു കേസിൻ്റെ പ്രധാനപ്പെട്ട തെളിവായ ആ കേസിലെ കുറ്റകൃത്യം നിർവഹിച്ച ആളെ അപായപ്പെടുത്തി അയാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ കേസിന് നിലനിൽപ്പുണ്ടാകില്ല എന്ന് മനസ്സിലാക്കി ഈ കൊട്ടേഷൻ, ഈ റേപ്പ് കൊട്ടേഷൻ നൽകിയ ആൾ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന സംശയമാണ്. അത് ഏറ്റവും പ്രധാനമാണ്. കാരണം വിയ്യൂരിലെ ജയിലിൽ വെച്ച് പൾസർ സുനിക്ക് മർദ്ദനമേറ്റിരുന്നു. ഈ കാര്യം പൾസർ സുനി കോടതിയെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൾസർ സുനിയെ ജയിലിനകത്തിട്ട് കൊലപ്പെടുത്തി ഈ കേസ് തകർക്കാൻ, കേസ് അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢശ്രമം നടന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയാണ്. അതിൽ കൂടെ അന്വേഷണം അനിവാര്യമാണ്. അരുൺകുമാർ, അത് സംബന്ധിച്ച് എന്തൊക്കെ തെളിവുകൾ ഇനി കണ്ടെത്തേണ്ടി വരും? അത് ഉണ്ടോ, അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ നടന്ന ആക്രമണം, അത് ജയിൽ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടി വരും. അന്ന് ആക്രമണത്തിൽ പൾസർ സുനിക്ക് പരിക്കേറ്റിരുന്നു എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. അങ്ങനെ അപായപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് തന്നെ അട്ടിമറിക്കപ്പെടുമായിരുന്നു. അതാണ് ഈ കത്തിലൂടെ പൾസർ സുനിക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ കത്തെഴുതിയില്ലായിരുന്നെങ്കിൽ അപകടമുണ്ടായേനെ എന്ന് ഇപ്പോഴും പൾസർ സുനി വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും റോഷി, സത്യം എത്ര മൂടി വെച്ചാലും അതൊരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് പ്രപഞ്ച സത്യം. അതിനൊരിക്കൽ കൂടി വ്യക്തമാവുന്നു. പൾസർ സുനി നമ്മുടെ ഒളിക്യാമറയിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, പൊതുസമൂഹം ആദ്യം വിശ്വസിക്കാൻ മടിച്ച കാര്യങ്ങൾ, ഇപ്പോൾ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നു. എങ്ങനെയാണ് ഒരു നടിയെ അതിക്രൂരമായി രാത്രിയുടെ മറവിൽ ഒരു ഓടുന്ന വണ്ടിയിൽ ഒരു കൊട്ടേഷൻ റേപ്പിന് വിധേയമാക്കിയത്? അതും ആ നടിയെ കൊണ്ട് സഹകരിക്കുന്ന രീതിയിൽ അത് ഷൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് ലൈവ് ട്രാക്ക് ചെയ്യുകയും ചെയ്തത് എങ്ങനെയാണെന്ന് 1ാമത്തെ പ്രതി നമ്മളോട് തുറന്നു തന്നെ പറയുന്നു. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിമിഷം വരെയും ദിലീപിനെ തള്ളാൻ തയ്യാറല്ല പൾസർ സുനി എന്നുള്ളതാണ്. അതല്ലേ വാസ്തവം, റോഷി? അരുൺകുമാർ, ഏറ്റവും പ്രധാനമാകുന്നത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുറ്റകൃത്യം നടത്തിയ പൾസർ സുനി ഒരു ഘട്ടത്തിൽ പോലീസിന് അത് കോടതിയിൽ കീഴടങ്ങാൻ വരികയും പോലീസ് അവിടെ വെച്ച് ബലം പ്രയോഗിച്ച് കസ്റ്റഡി എടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ അത് കണ്ടതാണ്, സാക്ഷ്യം വഹിച്ചതാണ്. ആ സംഭവത്തിന് ശേഷം ജയിലിനകത്തേക്ക് പൾസർ സുനി പോകുമ്പോൾ ആ ജയിലിനകത്ത് നടന്ന പല സംഭവങ്ങളും പൾസർ സുനി വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, കേസ് അട്ടിമറിക്കാൻ തുടക്കം മുതൽ തന്നെ ശ്രമം നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് ജയിൽ ഉദ്യോഗസ്ഥർ സഹായം നൽകിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ പിന്നീട് ഒരു ഘട്ടത്തിൽ പൾസർ സുനി പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പുറത്തുവിടുമ്പോൾ അത് കൂടുതൽ വ്യക്തത വരും. അരുൺകുമാർ, ഏതായാലും വലിയൊരു അട്ടിമറി നീക്കം കൃത്യമായി കേസിൻ്റെ കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ്, അത് വിചാരണാ ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അട്ടിമറി നീക്കം നടന്നിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ കാര്യമാണത്. റോഷി, ഞാൻ തിരിച്ചു